ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെയാണ് ലഫ്റ്റനന്റ് ഗവർണർ 5 അംഗങ്ങളെ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. നോമിനേറ്റ് ചെയ്യപ്പെട്ട ഈ 5 MLA-മാർക്കും പൂർണ്ണ നിയമനിർമ്മാണാധികാരങ്ങൾ ഉണ്ടായിരിക്കും. മാത്രമല്ല, നിയമസഭ 95 അംഗങ്ങളായി വികസിക്കുകയും ഭൂരിപക്ഷ പരിധി 48 സീറ്റുകളായി ഉയരുകയും ചെയ്യും. 2019 ജമ്മു കശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2023 ജൂലൈയിൽ അതിൽ കൊണ്ടുവന്ന ഒരു പ്രധാന ഭേദഗതി. ഇത് പ്രകാരമാണ് നിയമസഭയിലേക്ക് നോമിനേഷൻ സാധ്യമാകുന്നത്. ഈ നിയമപ്രകാരം കശ്മീരി പണ്ഡിറ്റുകൾ, പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികൾ, കുടിയിറക്കപ്പെട്ടവർ എന്നിവരെ പ്രതിനിധീകരിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് 5 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം. എന്നാൽ ഗവർണറുടെ നീക്കത്തെ ശക്തമായി എതിർത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ഇത് ജനാധിപത്യ തത്വങ്ങൾക്കും ഭരണഘടനയ്ക്കുമെതിരായ കടന്നാക്രമണമാണെന്നാണ് പ്രതിപക്ഷ നിലപാട്. പുതിയ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം മാത്രമേ നാമനിർദ്ദേശം ചെയ്യാവൂ എന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. തൂക്കുസഭ വന്നാൽ ഈ നീക്കം തിരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കുമെന്ന് ആശങ്കയുണ്ട്.